ജമ്മു കാശ്മീർ പ്രദേശത്ത് പാകിസ്ഥാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം ഇന്നലെ രാത്രിയിലുടനീളം സംഭവിക്കുകയായിരുന്നു. ഈ വാർത്ത നിങ്ങളെല്ലാം അറിഞ്ഞതായിരിക്കും. ഒരുപാട് സംഘർഷം നിറഞ്ഞൊരു സാഹചര്യമാണ് പാകിസ്ഥാന്റെ ഒരു അറ്റാക്കിന് ശേഷം നടന്നിരിക്കുന്നത്. ഇവയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ആദ്യം അറിയാൻ പോകുന്നത് ഈ പാകിസ്ഥാൻ. കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ രാത്രി 8 മണി മുതൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യൻ സ്ഥാനങ്ങളെ നോക്കി ഡ്രോൺസ് അയക്കാൻ തുടങ്ങി. സംഭവിച്ച ഈ ഇൻസിഡൻസ് ആദ്യം അറിയാം, അതിനുശേഷം ഇതിന്റെ ബാക്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അറിയാം. പാകിസ്ഥാൻ ലക്ഷ്യം വെച്ച് ആക്രമിച്ചത് സദ്വാരി, സാംബ, ആരസ്പുര, അർണിയ സെക്ടർ ഇവിടങ്ങളിലെല്ലാം പാകിസ്ഥാന്റെ മിസൈൽസ് പോയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ഏകദേശം 1-1.5 മണിക്കൂർ ഇതിന്റെ ഒരു ഹ്യൂജ് ഇമ്പാക്ട് ഇന്ത്യയുടെ ആകാശങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ജമ്മു കാശ്മീരിലായിരുന്നു ആദ്യത്തെ ഇന്റർസെപ്ഷൻ സംഭവിച്ചത്. ഇങ്ങനെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഒരുപാട് മിസൈൽസ്, ഒരു 10-15 മിസൈൽസ് അയച്ചതായി പറയുന്നുണ്ട്. എയർ ലോഞ്ച്ഡ് മിസൈൽസ് ആയിരിക്കാമെന്നും പറയുന്നു. കൂടെ തന്നെ ഒരുപാട് ലോയിറ്ററിംഗ് മ്യൂണിഷൻസും ഇന്ത്യയുടെ എയർ സ്പേസിനുള്ളിൽ പറക്കാൻ തുടങ്ങി. എല്ലാം LOCയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ്. ഇത് ആദ്യത്തെ ഫേസിൽ സംഭവിച്ചതാണ്. രണ്ടാം ഘട്ടത്തിൽ രാജസ്ഥാൻ പ്രദേശങ്ങളിലെ ചില ഭാഗങ്ങളിലും പഞ്ചാബ് സെക്ടറിലെ ചില ഭാഗങ്ങളിലും ഇതുപോലുള്ള ഈ സൂയിസൈഡ് ഡ്രോൺസ് ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യൻ പൊസിഷൻസിന് എതിരെ ഫയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫയർ ചെയ്തതിനു ശേഷം ആദ്യ ഘട്ടമായി ആന്റി ഡ്രോൺസ് ഗൺസ് വഴി അതിനെ ഡൗൺ ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ എടുത്തു. അതിൽ നമുക്കൊരു വിജയവും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഏറെ സമയത്തേക്ക് ഈ ആന്റി ഡ്രോൺസ് ഗൺസ് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അടുത്ത ഘട്ടമായി നമ്മുടെ മൾട്ടി ലെയർഡ് ഡിഫൻസ് സിസ്റ്റത്തിലുള്ള ഡ്രോൺസിനെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നു. കൂടെ തന്നെ ഈ ബവാക്കിന്റെ ലാൻഡ് വേരിയന്റും ആകാശ് മിസൈൽസും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതിൽ ഡ്രോൺസിനെതിരെ നമ്മൾ ഈ ഗ്രിഡ് സിസ്റ്റം ഉപയോഗിച്ചാലും പാകിസ്ഥാന്റെ മിസൈൽസിനെതിരെ നമ്മൾ ആകാശ് ഡിഫൻസ് സിസ്റ്റമാണ് ഉപയോഗിച്ചത്. S-400 ഉപയോഗിച്ചു എന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. കാരണം അകത്തേക്ക് വരുന്ന ടാർഗറ്റ് അത്രത്തോളം വെർത്താണോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. S-400ന്റെ മിസൈൽ കോസ്റ്റ് $1 മില്യൺ ഉണ്ട്. ഒരു ഫൈറ്റർ ജെറ്റിന് നമ്മൾ ഡൗൺ ചെയ്യണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ക്രൂയിസ് മിസൈൽസിനെ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് S-400 ഉപയോഗിക്കാം. എന്നാൽ അത്രത്തോളം എഫിഷ്യൻ്റായ ആകാശ് സിസ്റ്റം ഇതിന്റെ പകുതി വില മാത്രമേ ഉള്ളൂ. അപ്പോൾ ആകാശ് മിസൈൽസ് ഇവ കൂടുതൽ ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെ പാകിസ്ഥാന്റെ മിസൈൽ അറ്റാക്കും ഡ്രോൺ അറ്റാക്കും നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലും പഞ്ചാബ് സെക്ടറിലും കൂടുതൽ സംഘർഷം ഉണ്ടാക്കുകയും മുഴുവൻ പ്രദേശവും ബ്ലാക്ക് ഔട്ട് ആവുകയും ചെയ്തു. കറണ്ട് ഇല്ലാത്ത ഒരു സാഹചര്യം. ഈ സംഭവമെല്ലാം നടന്ന് അവസാനിച്ചു. ഇതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു, ഇന്ത്യ ഇതിൽ ഏതൊക്കെ ഡിഫൻസീവ് മെഷേഴ്സ് എടുത്തു, അതിൽ നമുക്ക് എത്രത്തോളം വിജയം ലഭിച്ചു? ആദ്യം ക്ലെയിംസിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇന്ത്യയുടെ മാധ്യമങ്ങൾ 2 പ്രധാനപ്പെട്ട ക്ലെയിം നടത്തി. ഒന്നാമത്തേത് പാകിസ്ഥാന്റെ ഒരു F-16 ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ പക്കൽ അതിന് കൃത്യമായൊരു തെളിവില്ല. ഇപ്പോഴത്തേക്ക് ചില വീഡിയോ ക്ലിപ്സ് ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് വെരിഫൈ ചെയ്യുന്നതിനും ജിയോലൊക്കേറ്റ് ചെയ്യുന്നതിനും ചില മണിക്കൂറുകൾ എടുക്കും. അപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ മാത്രമല്ല, ചില വെസ്റ്റേൺ മാധ്യമങ്ങളും ഇങ്ങനൊരു ക്ലെയിം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതേ രീതിയിലാണ് റഫേലിനെ വീഴ്ത്തി എന്നൊരു ക്ലെയിം നടത്തിയത്. വീണ്ടും 2 പാർട്ടിയും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ വന്നിരിക്കുന്ന വാർത്തകളെ കുറിച്ച് നമുക്ക് ആദ്യം അറിയാം. ആദ്യം F-16 വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തി എന്നാണ് ഇപ്പോഴത്തേക്ക് മീഡിയ സൈഡിലുള്ള ഒരു ക്ലെയിം. ചില ഒഫീഷ്യൽസ് പറഞ്ഞ വിവരവും ഇത് തന്നെയാണ്. കൂടെ തന്നെ ഒരു AWACS വിമാനം പാകിസ്ഥാന്റെ പക്കലുണ്ട്, അതിനെയും ഞങ്ങൾ ഡൗൺ ചെയ്തു എന്ന് ഒരു ക്ലെയിം നടത്തി. കൂടാതെ 2 പാകിസ്ഥാൻ ഫൈറ്റർ പൈലറ്റ്സിനെയും ക്യാപ്ചർ ചെയ്തു എന്ന ഒരു ക്ലെയിം ഉണ്ട്. ഇവയെല്ലാം മീഡിയാസിൽ വന്നിരിക്കുന്ന വാർത്തയാണ്. സാധാരണ അൺഓതറൈസ്ഡ് മീഡിയാസിൽ വന്നതല്ല. ഓതറൈസ്ഡ് മീഡിയാസിലാണ് ഈ വാർത്തകളെല്ലാം വന്നത്. പക്ഷെ അറിയാവുന്നിടത്തോളം മീഡിയാസിന്റെ ഒരു വലിയ ഇടപെടൽ തന്നെ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവർ പറയുന്നത് ഏതാണ് സത്യം, ഏതാണ് കള്ളം, വിശ്വസിക്കണോ വേണ്ടയോ എന്ന് പോലും അറിയില്ല. ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നതുവരെയും ഇത് വെറും ഒരു വാർത്തയായി മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ എത്ര ഡ്രോണുകളെ ഫയർ ചെയ്തിട്ടുണ്ടാകുമെന്ന് ചോദിച്ചാൽ 80 മുതൽ 120 ഡ്രോൺസിനെയോളം കുറഞ്ഞത് അവിടെ ഫയർ ചെയ്തിട്ടുണ്ടാകാമെന്നാണ് പ്രിലിമിനറി റിപ്പോർട്ട്സ് പറയുന്നത്. 80 മുതൽ 120 ഡ്രോൺസ് എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. മുഴുവനായും എത്ര വലിയ അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം സാച്ചുറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഈ കൂടുതൽ ഡ്രോൺസ് ഒരേ സമയത്ത് അകത്തേക്ക് വരുമ്പോൾ സംഭവിക്കും. എന്നാൽ ഇതിൽ ഭാഗ്യത്തിന് കൂടുതൽ സ്ഥലങ്ങളിൽ ഈ ഒരു എക്സ്പ്ലോഷൻസ് സംഭവിച്ചിട്ടില്ല. ഇപ്പോഴത്തേക്ക് നോക്കിയാൽ ജലപൂർ ഭാഗത്ത് ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ടുണ്ട്. വീണ്ടും 2-3 സ്ഥലങ്ങളിൽ എക്സ്പ്ലോഷൻ സംഭവിച്ചു എന്നൊരു വാർത്ത വന്നാലും അതിനെക്കുറിച്ചുള്ള ഫൂട്ടേജും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ താഴെ വീണ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. കാരണം ഈ എല്ലാ ഡ്രോൺസിനെയും നമുക്ക് 100% ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ പ്രധാനപ്പെട്ട മിലിറ്ററി ഇൻസ്റ്റാളേഷൻസ് ആയിട്ടുള്ള ഈ ജയ്സൽമർ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മുടെ 43rd ആർമഡ് റെജിമെന്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. അത് നമ്മൾ സേഫ് ആക്കിയിട്ടുണ്ട്. കൂടാതെ ജമ്മുവിലെ സിവിലിയൻ എയർപോർട്ട്
അവിടെയും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ സേഫാക്കി. സത്യത്തിൽ F-16 ക്ലെയിം നടന്നതും ഈ ജമ്മു എയർപോർട്ടിൽ നിന്നും ചില കിലോമീറ്റർ മാറിയാണ്. അവിടെയാണ് ഒരു ഷോട്ട് ഡൗൺ സംഭവിച്ചത്. ഇന്ത്യയുടെ Su-30 വിമാനങ്ങൾ ഉപയോഗിച്ച് F-16 വെടിവെച്ച് വീഴ്ത്തിയെന്നുള്ളൊരു വാർത്ത വളരെ വേഗത്തിൽ പടരുകയാണ്. എന്നാൽ ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് അറിയില്ല. F-16 സംബന്ധിച്ച് അമേരിക്കയുടെ അപ്രൂവൽ ഇല്ലാതെ ഇങ്ങനെ ഇന്ത്യക്കെതിരെ അവർക്കൊണ്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം പൂർണ്ണമായും F-16 അവർക്ക് നൽകിയത് ആന്റി ടെററിസം ഓപ്പറേഷൻസിന് വേണ്ടി മാത്രമാണ്. ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ഉപയോഗിക്കണം എന്നുള്ളതിന് വേണ്ടിയാണ് ഈ F-16 അമേരിക്ക നൽകിയത്. ഒരു പക്ഷേ മറ്റേതെങ്കിലും മിലിറ്ററി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ പക്കൽ നിന്നും ഒരു അനുവാദം വാങ്ങണം. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ബാലക്കോട്ട് സ്ട്രൈക്കിൽ ഇതേ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യയുടെ സെക്യൂരിറ്റിയെ അവർ ബ്രീച്ച് ചെയ്തത്. അതും നമ്മൾ ഓർമ്മയിൽ വയ്ക്കണം. അടുത്തത് ഈ പത്തൻകോട്ട് എയർബേസിൽ മാത്രം ഏകദേശം 8 മിസൈൽസിനെ ഡൗൺ ചെയ്തു എന്ന ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നു. പത്തൻകോട്ട് എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഫോർവേഡ് എയർബേസ് ആണ്. പത്തൻകോട്ട് ആരും മറന്നിട്ടുണ്ടാകില്ല. കാരണം ഇതിനകമുള്ള അതിന്റെ ചരിത്രം അങ്ങനെയാണ്. അപ്പോൾ ഈ പത്തൻകോട്ട് എയർബേസിനെ ലക്ഷ്യം വെച്ച് ആക്രമിച്ചത് പാകിസ്ഥാൻ ഒരു പ്രധാനപ്പെട്ട വിജയമായി ഒരു പക്ഷേ മാറിയിട്ടുണ്ടാകാം. നമ്മളത് ഡിഫെൻഡ് ചെയ്തില്ല എങ്കിൽ. പക്ഷെ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം, നമ്മുടെ ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സിസ്റ്റം, ഈ ഷീൽഡ് ലെയേർഡ് സിസ്റ്റം പൂർണ്ണമായും അതിന്റെ ജോലി ചെയ്തിട്ടുണ്ട്. അതിനാൽ നമുക്ക് ഇതുവഴി പ്രധാനപ്പെട്ട യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷെ കള്ളമായി തോന്നിയാലും തീർച്ചയായും നിങ്ങൾക്ക് അതിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കും. അവരുടെ ഈ അറ്റാക്ക് കാരണം ചില ഇമ്പാക്റ്റുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഇവ കാരണം പ്രധാനപ്പെട്ട യാതൊരു പ്രശ്നമോ നഷ്ടമോ ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. ഏത് വിഷ്വൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. പാകിസ്ഥാനിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഒരു ഫുട്ടേജ് പോലും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ പൂർണ്ണമായും എൻഗേജ് ആയത് നിങ്ങൾക്ക് ട്വിറ്ററിൽ പോകുമ്പോൾ തന്നെ പൂർണ്ണമായും കാണാൻ സാധിക്കും. അത്രത്തോളം ഒരു വലിയ ഫുട്ടേജ് തന്നെ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു വാർത്ത ഇടയ്ക്ക് പുറത്തു വന്നു. അവിടെയുള്ള ലോക്കൽ റെസിഡൻസ് പറഞ്ഞ വാർത്തയാണ്. ജമ്മുവിനടുത്ത് പൂൺ സെക്ടർ ആ ഒരു പ്രദേശത്ത് നിന്ന് വന്ന വാർത്തയാണ്. LOCക്ക് വളരെ അടുത്ത് നിന്ന് ഡ്രോൺസ് ലോഞ്ച് ചെയ്തതായി പറയുന്നു. അതായത് ഒബ്സർവബിൾ റേഞ്ചിൽ നിന്ന്. അതൊരു കുന്നിൻ പ്രദേശമാണ്. ഹയസ്റ്റ് പീക്കിൽ നിന്ന് നോക്കിയാൽ അടുത്തുള്ള പ്രദേശങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ വിഷ്വലി കൺഫേം ചെയ്ത എവിഡൻസ് വഴി പറയുന്നത് LOCയിൽ നിന്നും ഒരു 2-3 കിലോമീറ്റർ, മാക്സിമം ഒരു 2 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ നിന്നും ചില ഡ്രോൺസ് ലോഞ്ച് ചെയ്തത് ഞങ്ങൾ കണ്ടു എന്ന് ചിലർ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് മുൻപ് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നടന്ന സംഘർഷത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുൻപ് നടന്നിട്ടില്ല. ചില ദിവസങ്ങൾക്ക് മുൻപ് ഹമാസിലെ ചില അധികാരികളും ISISലെ ചില അധികാരികളും ഇതേ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ 2-3 സ്ഥലങ്ങളിൽ അവരുടെ പ്രധാനപ്പെട്ട മീറ്റിംഗ് നടത്തിയിരുന്നു. അപ്പോൾ ഹമാസ് സ്റ്റൈൽ അറ്റാക്ക് ആയിരിക്കുമോ ഇത് എന്നുള്ള ഒരു സംശയം അധികമായിട്ടുണ്ട്. ഞാനീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യണ്ട. ഈ 2-3 കിലോമീറ്ററിനുള്ളിൽ നിന്നുകൊണ്ട് തീർച്ചയായും മിലിറ്ററി ഇങ്ങനെ ഒരു ഷോട്ട് ഡൗൺ അല്ലെങ്കിൽ ഡ്രോൺസ് ഒന്നും ലോഞ്ച് ചെയ്യില്ല. കാരണം മുകളിൽ ഏത് സമയവും റെക്കോണിസൻസ് ഡ്രോൺസ് പറന്നുകൊണ്ടിരിക്കും. ഇത്രത്തോളം കുറഞ്ഞ ഡിസ്റ്റൻസിൽ ഡ്രോൺസിനെ ഇന്ത്യക്ക് എതിരെ പാകിസ്ഥാന്റെ കൂടെ തന്നെ കോർഡിനേറ്റഡ് സ്ട്രൈക്കിലൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രവർത്തനം മാത്രമല്ല, കൂടെ മറ്റാരോ സഹായിച്ചിട്ടുണ്ട്. അത് ആരാണെന്ന് മാത്രമാണ് അറിയേണ്ടത്. ഒരു പക്ഷേ ഇവിടെ ഹമാസ് അവരെ സഹായിച്ചിട്ടുണ്ടാകുമോ? നമ്മൾ ഇസ്രായേലിന്റെ ഡ്രോൺസിനെ സ്ട്രൈക്കിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഹമാസിനും ഇസ്രായേലിനും ഇതിനകം തന്നെ പ്രശ്നമുണ്ട്, നമുക്കറിയാം. ഒരു പക്ഷേ ഹമാസിന്റെ നെറ്റ്വർക്ക് വഴി അല്ലെങ്കിൽ ഹമാസിലെ ചിലർ സഹായിക്കാനായി ഇവിടെ വന്നിട്ടുണ്ടാകുമോ, അവർ വഴി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്നൊന്നും അറിയില്ല. കാരണം പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലെ ഒരുപാട് തീവ്രവാദ സംഘടനകൾക്ക് ഇങ്ങനെയുള്ള ലോയിറ്ററിംഗ് മുനീഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതിൽ ഇതിനു മുൻപ് പരിചയമൊന്നുമില്ല, അനുഭവമില്ല. ഇതുവരെയും നോക്കിയാൽ ഈ ഗൺഫയർ നടക്കുക, IED ബ്ലാസ്റ്റ്, റോക്കറ്റ് ലോഞ്ചേഴ്സ്, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചിട്ടില്ല. അപ്പോൾ ഇവയെല്ലാം ഇപ്പോൾ പുതുതായി സംഭവിക്കുകയാണ്. ഇന്ത്യ ബോർഡറിൽ നടക്കുന്നത് പോലെയേ തോന്നുന്നില്ല. ഈ ഓരോ ഇൻസിഡൻസും പുതിയതുപോലെ തോന്നുകയാണ്. ഒരു വലിയ പാനിക് ഇപ്പോൾ ഇത് ഇന്ത്യ മുഴുവനും സൃഷ്ടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നോക്കിയാൽ ഇതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം പാകിസ്ഥാൻ ഇത് വെറും ഒരു പേരിന് വേണ്ടി ചെയ്യുന്നതാണ്. അവരുടെ ഒരു പേര് ലോകരാജ്യങ്ങളെല്ലാം അറിയണമെന്നതിന് വേണ്ടി ചെയ്ത ഒരു ആക്രമണമാണ്. നമുക്കത് പറയാൻ സാധിക്കും. നമുക്ക് ഇതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പാകിസ്ഥാൻ നന്നായി തന്നെ അറിയാം. എങ്കിൽ പോലും അവർക്ക് പുറമേ ഒന്ന് കാണിക്കണം. ഞാൻ ഇന്ത്യ ആക്രമിച്ചു, അവർക്ക് ഇത്രത്തോളം നഷ്ടം വരുത്തി വെച്ചു എന്നുള്ളത് പുറമേ കാണിക്കണം. ഇത്രത്തോളം ഡ്രോൺസ് ഒക്കെ ഞങ്ങൾ അകത്തേക്ക് അയച്ചു എന്നൊക്കെ കാണിക്കണം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇതോടുകൂടി അവസാനിപ്പിക്കില്ല. വീണ്ടും പഴയ പല ഫൂട്ടേജസും ഫോട്ടോസും എടുത്ത് സെൻഡ് ചെയ്തിട്ട് നോക്കുക, ഞങ്ങൾ ഇന്ത്യ ഇങ്ങനെയെല്ലാം ആക്രമിച്ചു, ഇന്ത്യ മുഴുവനും കത്തി നശിക്കുകയാണ്, ഇങ്ങനെയുള്ള പല വ്യാജ വാർത്തകൾ പടർത്താൻ തുടങ്ങും. അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ വാർഫെയറായി മാറുകയാണ്, ഒരു മിസ് ഇൻഫർമേഷൻ വാർഫെയർ, ഇതിന് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ഗെയിം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എങ്ങനെ ഇന്ത്യ റിയാക്ട് ചെയ്യാൻ പോകുന്നു എന്നറിയില്ല. എന്നാൽ പാകിസ്ഥാൻ എപ്പോഴത്തെയും പോലെ ഒരു ബ്ലെയിം ഗെയിം ആരംഭിക്കും.
ഒരു നെയിം സേക്കിന് വേണ്ടി പാകിസ്ഥാൻ ഈ ഒരു ആക്രമണം നടത്തി. എന്നാൽ അതിന്റെ വീര്യം എത്രത്തോളമാണ് എന്ന് അറിയില്ല. അടുത്തടുത്ത വീഡിയോസിലൂടെ നമുക്കതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിയാവുന്നതാണ്. വീണ്ടും അപ്ഡേറ്റ്സ് അറിയാനായി കാത്തിരിക്കുക. വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.